ദിസ് വീക്ക് മീ ആൻഡ് മൈ ഫ്രണ്ട്സ് ഡിസൈഡ് ടു ഡു സംതിങ് ഫൺ. അതിലെ ഫൺ ഇപ്പോഴല്ല, ഒരു 10 ഇയേഴ്സ് കഴിയുമ്പോഴാണ്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. സോ നമ്മൾ നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പ്ലേസിലേക്ക് തന്നെ പോകുന്ന കരുതി കുട്ടിക്കാനം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു നാരങ്ങാവെള്ളവും കോളിഫ്ലവറും മസ്റ്റ്. അതും കഴിച്ച് പാസ്സാക്കി നമ്മൾ കോളേജൊക്കെ ഒന്ന് കയറി കണ്ടു നമ്മളുടെ സ്പെഷ്യൽ പ്ലേസസ് ഒക്കെ. എസ്പെഷ്യലി ഇവിടെയാണ് നമ്മൾ ബ്രേക്കിന് വന്നിട്ട് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചും പറഞ്ഞു ഇരിക്കാറ്. പിന്നെ ഇവിടെ എന്ത് പരിപാടി വന്നാലും ഇവിടുന്ന് ഒരു ഫോട്ടോ മസ്റ്റാ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി. എസ്പെഷ്യലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പഴയ കാഫറ്റേറിയ. അതിപ്പോൾ ഇല്ല, പക്ഷേ പണ്ട് അത് ഉണ്ടായിരുന്ന സമയത്ത് ഇറ്റ് വാസ് എ വൈബ്. എന്നിട്ട് നമ്മൾ നേരെ പട്ടുമലയ്ക്ക് വിട്ടു. എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റാ പട്ടുമല പോകണം എന്നുള്ളത്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഈ പള്ളിയിലിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നത്. പിന്നെ നമുക്ക് നല്ല വിശക്കുന്നതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പൺ കിച്ചണിലേക്ക് വിട്ടു. ഇനിയാണ് ഞാൻ പറഞ്ഞ ഫൺ ആക്ടിവിറ്റി. ഇതെന്ന് പറഞ്ഞ ഒരു ടൈം ക്യാപ്സ്യൂൾ. നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മെമ്മറബിൾ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ട് ഒരു ബോക്സിലേക്ക് ഇടും. എന്നിട്ട് ആ ബോക്സ് കുഴിച്ചിടും. അതാണ് പരിപാടി. സോ ആദ്യം നമ്മൾ ഈ ഐറ്റംസ് എല്ലാം ബോക്സിലേക്ക് ആക്കി. അത് മാത്രമാവണ്ടെന്ന് കരുതി ഞാൻ കുറച്ച് ഫൺ ആക്ടിവിറ്റീസോടെ പ്ലാൻ ചെയ്തു. അതിലൊന്നാണ് ഈ ഒരു കംപ്ലീറ്റ് അല്ലാത്ത പിക്ചർ കൊടുക്കും. ഇതിന് നമ്മൾ ഫേസ് വരയ്ക്കുക എന്നുള്ളതാണ് ടാസ്ക്. ആൻഡ് ഐ വിൽ ഷോ യു അവർ ക്രിയേറ്റിവിറ്റി. കലയില്ലാത്തവരുടെ കലയാണ്. അപ്പോഴേക്കും ഫുഡ് വന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഒരു ക്വിക്ക് ബ്രേക്ക് എടുത്തു. എന്നിട്ട് ബാക്ക് ടു അനദർ ടാസ്ക്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2035 സെൽഫിന് ഒരു ലെറ്റർ എഴുതുക എന്നുള്ളതാണ്. എഴുത്തൊക്കെ കഴിഞ്ഞ് അതും പെട്ടിയിലേക്ക് ഇട്ട് പെട്ടി അങ്ങ് പൂട്ടി. സോ ദാറ്റ് വാസ് all about our time capsule and little trip. So take this as your sign to do this with your friends.